പഞ്ചാബ് രക്ഷപ്പെട്ടു, ഡൽഹി നേരത്തെ രക്ഷപ്പെട്ടു, കേരളം എന്ന് രക്ഷപ്പെടും. ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കൾ പോലെയാണ് ആം ആദ്മി പാർട്ടിയും 2020. കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം കിറ്റക്സിന്റെ സാബു എം ജേക്കബ് ഏറ്റെടുക്കണമെന്നും സാബുവിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ പടർന്നു കയറണമെന്നും ആഗ്രഹിക്കുന്ന അനേകർ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് കേരളത്തിലെ പ്രബുദ്ധരായ വലിയൊരു വിഭാഗം പേർ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. പഞ്ചാബ് രക്ഷപ്പെട്ടു, ഡൽഹി നേരത്തെ തന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഇനി എന്ന് രക്ഷപ്പെടും? ഈ ചോദ്യമാണ് എവിടെയും ഉയരുന്നത്. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും കടക്കണിയിലും മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ദർശനവും കിറ്റക്സ് സാബുവിനെ പോലെയുള്ളവരുടെ ദീർഘവീക്ഷണവുമുള്ള നേതൃത്വം തന്നെ ഇനി ആവശ്യമാണ് കേരളത്തിന്. അവർ കൈകോർത്ത് നയിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മാത്രമേ കേരളത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് സാധാരണ ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ ഒന്നിച്ചു മുന്നേറിയാൽ കേരളത്തിൽ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിയുമെന്ന് ജനം കരുതുന്നു. ആം ആദ്മിയുടെ അസൂയാവഹമായ വളർച്ച കൊണ്ട് തന്നെ പാർട്ടി ഇന്ന് എല്ലാ പാർട്ടികൾക്കും ഒരു ശത്രുവും അവരുടെ കണ്ണിലെ കരടുമായിരിക്കുകയാണ്. 10 വർഷം മുമ്പ് 2012 നവംബറിൽ തുടങ്ങിയ ആം ആദ്മി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പ് ഡൽഹിയിൽ അധികാരം പിടിച്ചു. എന്നാൽ ഇവർക്ക് ഡൽഹിക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിയില്ല എന്നതായിരുന്നു എല്ലാവരും അന്ന് കണക്ക് കൂട്ടിയത്. എന്നാൽ ആ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് രൂപീകൃതമായി 10 വർഷം തികയുന്നതിന് മുമ്പ് പഞ്ചാബും അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുടേത് പഞ്ചാബിലെ അവിസ്മരണീയമായ വിജയം തന്നെയായിരുന്നു. കേവല ഭൂരിപക്ഷമല്ല, മറിച്ച് ആം ആദ്മിയുടെ ചൂലെടുത്ത് പഞ്ചാബിനെ തൂത്തുവാരി എന്ന നിലയിലുള്ള വിജയമാണ് അവർ നേടിയത്. അതോർക്കുമ്പോൾ ആ കൊടുങ്കാറ്റ് രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും പടർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഗാന്ധിജി സ്വപ്നം കണ്ട സ്വരാജാണ് ആം ആദ്മിയുടെ സ്വപ്നം. സാധാരണക്കാരോട് പണം വാങ്ങി അവരുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന, അഴിമതിയും ധൂർത്തും ഇല്ലാതാക്കി പാവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സൗജന്യമായി ചെയ്തു നൽകുന്ന ഭരണ സംവിധാനം. അതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിഭാവനം ചെയ്ത ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഭരണം. ജനങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന അത്യാവശ്യ ഘടകങ്ങളായ കുടിവെള്ളവും വൈദ്യുതിയും വിദ്യാഭ്യാസവും ഡൽഹിയിൽ തീർത്തും സൗജന്യമായി നൽകി അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു. മറ്റാരുടെയും സഹായമില്ലാതെ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നുമാണ് ഇക്കാര്യം അദ്ദേഹം സാധിച്ചെടുത്തത്. പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും വിദേശ നയത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും പാവപ്പെട്ടവന്റെ ജീവിതത്തെക്കുറിച്ച് മറക്കരുത് എന്നാണ് ആം ആദ്മിയുടെ നയം. മറ്റ് നികുതികൾക്ക് പുറമെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും സർക്കാരുകൾ നികുതി ഈടാക്കുന്നുണ്ട്. ഈ പണമാണ് ജനങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടത്. ഇതെങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതാണ് ഒരു ഭരണത്തിന്റെ മികവ്. ഡൽഹിയിൽ മുമ്പൊക്കെ ജനങ്ങളുടെ പണം രാഷ്ട്രീയക്കാർ ഓരോ വിധത്തിൽ വീതിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ആം ആദ്മി സർക്കാർ അത്തരം നികുതി പണം കൃത്യമായി വിനിയോഗിച്ച് ജനങ്ങൾക്ക് നൽകുന്നു. നല്ലൊരു ഭരണകൂടമുണ്ടെങ്കിൽ, ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, അഴിമതി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ, ജനങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന നികുതി പണം കൊണ്ട് തന്നെ ഈ നാട് നന്നാക്കാമെന്ന് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാർ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു. ഇതാണ് കൂടുതൽ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ പ്രതീക്ഷയർപ്പിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറം പഞ്ചാബിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തതും ഇന്ത്യ ചരിത്രത്തിലെ തന്നെ അപൂർവ നീക്കമായിരുന്നു. ഭരണസുതാര്യത, അഴിമതിരഹിത ഉദ്യോഗസ്ഥ സംവിധാനം, ജനങ്ങളിലേക്ക് അധികാരം പങ്കുവെക്കൽ, ഇത്തരം ആം ആദ്മി പാർട്ടിയുടെ ഇടപെടലുകളാണ് ഇന്ന് സാധാരണ ജനം പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ വിപ്ലവമാണ് നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാകേണ്ടത്. അങ്ങനെ മാത്രമേ നമ്മുടെ നാടിനെ ഇനി നമുക്ക് രക്ഷിക്കാനാകൂ. ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നമ്മളിൽ നിന്ന് പലതരത്തിൽ പണം വാങ്ങി അതിന്റെ ഒരു വിഹിതം മാത്രം നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളായി നൽകിയിട്ട് എന്തോ മഹത്തായ കാര്യം ജനത്തിനു വേണ്ടി ചെയ്തു എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ആവശ്യമായിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമല്ലേ? തുടർച്ചയായി ഭരണത്തിലേറി വന്ന ഇടത് വലത് മുന്നണികളുടെ
അഴിമതിയും ജനദ്രോഹ നടപടികളും ജനം കണ്ടുമടുത്തു. നിയമവിരുദ്ധ പ്രവൃത്തികളുടെ, സ്വജനപക്ഷപാതത്തിന്റെ, അഴിമതിയുടെ, ധാർഷ്ട്യത്തിന്റെ, ധൂർത്തിന്റെ, മത തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന്. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു. കേരളത്തിലെ യുവജനങ്ങളെല്ലാം എങ്ങനെയെങ്കിലും കേരളം വിട്ട് രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന ചിന്തയിലായിരിക്കുന്നു. ഇവിടെ പുതിയ ഒരു തൊഴിലവസരങ്ങൾ പോലും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉള്ള ഫാക്ടറികളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാരാണെങ്കിൽ ഇവിടെ പുതിയ തൊഴിൽ അവസരങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന, നാടിനെ രണ്ടായി വിഭജിക്കുന്ന കേരയിൽ എന്ന് പറഞ്ഞ് രാവും പകലും ഓടി നടക്കുകയാണ്. കേരയിൽ ഉണ്ടായാൽ ഇവിടെ പട്ടിണി മാറുമോ? യുവതി യുവാക്കൾക്ക് തൊഴിൽ കിട്ടുമോ? കേരയിൽ വന്നാൽ ഇവിടെ വരുമാനം വർദ്ധിക്കുമോ? ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. പിന്നത്തെ സർക്കാരിന്റെ ശ്രദ്ധ മുഴുവൻ മദ്യ ഉൽപാദനത്തിലും വിൽപ്പനയിലുമാണ്. നിലവിലെ ഭരണ സംവിധാനങ്ങളിൽ പൊറുതിമുട്ടിയ കേരള ജനത ഇനി പഞ്ചാബിലും ഡൽഹിയിലുമൊക്കെ സംഭവിച്ചതുപോലെ ഇവിടെയും ഒരു പുതിയ രാഷ്ട്രീയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ആം ആദ്മി ഉണർന്നു പ്രവർത്തിക്കാൻ സമയമായി. ഇപ്പോൾ ആം ആദ്മി ശക്തമായി കേരളത്തിൽ ഉണർന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ഏതാനും വർഷത്തിനുള്ളിൽ കേരളത്തിലും അവർക്ക് അധികാരത്തിലെത്താൻ അവസരമുണ്ട്. ഇവിടെ ആം ആദ്മിക്ക് വേരുറപ്പിക്കാൻ കിറ്റക് സാബു തുടങ്ങിവെച്ച 2020യുമായി കൈകോർക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രാജ്യത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി മാറാൻ 2020ക്ക് സാധിച്ചാൽ അവർക്ക് നിയമസഭയിൽ വരും കാലങ്ങളിൽ ഇരു മുന്നണികളുടെ ഭരണത്തെയും നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയായി മാറാൻ സാധിക്കും. കാലക്രമേണ കേരള ഭരണത്തിലെത്താനും സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഏറെ വൈകാതെ പഞ്ചാബിൽ സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു ധീരമായ തീരുമാനം അരവിന്ദ് കെജ്രിവാളും സാബു എം ജേക്കബും ചേർന്ന് എടുക്കുന്നത് കാണാൻ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.